സദ്യക്ക് തയ്യാറാക്കുന്ന 2 മധുരങ്ങളായാലോ ഇന്ന്. ബോളിയും പാൽപ്പായസവും അതുപോലെ തന്നെ പഴനുറുക്കും പപ്പടവും. ഇതിലേതാണ് ഒരു ഇത്തിരി ഇഷ്ടം കൂടുതൽ എന്ന് ചോദിച്ചാൽ എനിക്ക് ബോളിയും പാൽപ്പായസവും തന്നെയാണ് കേട്ടോ. അപ്പൊ അതിന്റെ റെസിപ്പി ആയാലോ ആദ്യം. ബോളി ഇല്ലാത്തൊരു സദ്യയില്ല തിരുവനന്തപുരംകാർക്കല്ലേ. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബോളി റെഡിയാക്കിയെടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചു വെക്കാം. 1/2 കപ്പാണ് കേട്ടോ ഞാൻ പഞ്ചസാര എടുത്തിരിക്കുന്നത്. ഒരു 4 ഏലക്ക കൂടെ ചേർത്ത് പൊടിച്ചു വെക്കണം. പൊടിച്ച ഏലക്കാപ്പൊടി ഇരുന്നത് കൊണ്ട് ഞാനൊരു 1/4 സ്പൂൺ അതിലേക്ക് അങ്ങ് ചേർക്കുകയാണ്. ഇതുപോലെ പൊടിച്ച് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമുക്കൊരു 1/2 കപ്പ് മൈദ എടുക്കാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, ആ പഞ്ചസാരയിൽ നിന്ന് ഒരു 1.5 സ്പൂൺ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് തന്നെ നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടെ ഒരു നുള്ളു മതി കേട്ടോ. അതാ കണ്ടോ, ഇത്രയും ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, 1/4 സ്പൂണൊന്നും ഇല്ല, 1/4 സ്പൂണിലും കുറവേ ഉള്ളൂ. ഇത്രയും മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ആ നെയ്യൊക്കെ എല്ലായിടത്തും ഒരുപോലെ ആയി വരുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് കുഴച്ചെടുക്കണം. 1/4 കപ്പാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. ആ വെള്ളം മുഴുവൻ ആവശ്യം വരില്ല, അത് കുറേശ്ശെ നോക്കിയ ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിത് കുഴച്ചെടുക്കുമ്പോൾ ഏതാണ്ട് 2 സ്പൂണോളം വെള്ളം ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഇനി 1 സ്പൂൺ ഈ ഒരു സ്റ്റേജിലായതിന് ശേഷം നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. ഈ നെയ്യ്ക്ക് പകരം നല്ലെണ്ണ ഒഴിച്ചും കുഴച്ചെടുക്കാം കേട്ടോ. ട്രഡീഷണലായിട്ട് ബോളി ചെയ്യുമ്പോൾ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്നുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാനുണ്ടല്ലോ, ഇതുപോലെ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് വെള്ളം ഒന്ന് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കുഴച്ചെടുത്താൽ മതി. ഞാൻ ഏകദേശം ഒരു 3 സ്പൂണോളം നെയ്യ് കൂടെ രണ്ടാമത് ചേർത്തിട്ടുണ്ട് കേട്ടോ, പല തവണയായിട്ട്. നമ്മുടെ ബോളി സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ കുഴച്ചെടുക്കണേ. ഇത് ഈ മാവിൻ്റെ ഒരു പരുവം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, നമ്മൾ ഇതുപോലെ വലിക്കുമ്പോൾ ഇതുപോലെ പൊട്ടിപ്പോവാതെ ഇതുപോലെ വലിഞ്ഞു വരണം. ഇതാണ് നമ്മുടെ ഈ ഒരു മാവിൻ്റെ പരുവം. ഇത്രയും വെള്ളം ഇതിനകത്ത് ഇല്ലെങ്കിൽ നമ്മളിത് പരത്തുമ്പോൾ പൊട്ടിപ്പോവും. ഇനി ഇതുപോലെ ഈ പാത്രത്തിലേക്ക് കൈകൊണ്ട് ഒന്ന് പരത്തിയ ശേഷം നല്ലെണ്ണ ഒഴിച്ച് വെക്കണം കേട്ടോ. നല്ലെണ്ണയിൽ ഇത് മുങ്ങിക്കിടക്കുന്ന പോലെ വേണം നമ്മളിത് വെക്കാൻ. എണ്ണയുടെ അളവൊന്നും കണ്ടാലും പേടിക്കണ്ട, നമ്മൾ ഈ എണ്ണ അവസാനം ഊറ്റി മാറ്റും. നമ്മുടെ ഈ മാവ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ ചെയ്യുന്നത്. ട്രഡീഷണലായിട്ട് നമ്മൾ ബോളി ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി നല്ലെണ്ണ ഉപയോഗിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കതിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിനി ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂർ നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ അകത്തുള്ള കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം കുക്കറിൽ വേവിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ ഏതാണ്ട് 1.5 കപ്പോളാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, നമുക്കിത് ഊറ്റി കളയാനുള്ളതാണ്. ഇതിലേക്ക് വീണ്ടും ഞാൻ ഒരു നുള്ള് ഉപ്പും 1/4 സ്പൂണിൽ താഴെ ഇത്രയേ ഉള്ളൂ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. 2 വിസിൽ മതിയായിരിക്കും കേട്ടോ നമുക്കിത് വെന്ത് കിട്ടാൻ. 2 വിസിൽ മതി. 2 വിസിൽ കഴിഞ്ഞ് ഞാനിപ്പോൾ ഇത് തുറക്കുന്നുണ്ട്. ഇനി ഇതിലെ വെള്ളം ഊറ്റിക്കളയാം. കണ്ടോ, ഈ ഒരു പരുവത്തിന് നമുക്ക് വെന്ത് കിട്ടണേ. വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം നന്നായിട്ട് തണുത്തിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ ഇതുപോലെ വേണം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അത് പൊടിച്ചെടുക്കാനായിട്ട്. ഇതിന് നമുക്ക് നെയ്യിൽ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. 2 ടേബിൾ സ്പൂണാണ് കേട്ടോ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ നെയ്യിലേക്ക് നമ്മൾ ആ മിക്സിയിൽ കറക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കടലപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇതുപോലെ വരട്ടിയെടുക്കണം. ഒരു 10-15 മിനിറ്റ് നേരമെങ്കിലും മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വരട്ടിയെടുക്കണേ. ഇത് നമ്മളിങ്ങ് വരട്ടിയെടുക്കും തോറും ഇതിലെ വെള്ളമൊക്കെ അങ്ങ് വലിഞ്ഞ് നല്ല പൊടിയായിട്ട് വരും കേട്ടോ. ആ കടലപ്പരിപ്പ് നെയ്യിൽ മൂത്ത ഒരു നല്ല മണം വരും നമുക്ക്. ഈ ഒരു പരുവായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. ബാക്കിയുള്ള പഞ്ചസാര മുഴുവനായിട്ട് അങ്ങ് ചേർക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ചേർത്ത് അങ്ങ് ഇളക്കി കൊടുക്കും തോറും ആ പഞ്ചസാര അങ്ങ് അടുത്ത് നമ്മുടെ കടലമാവ് വീണ്ടും ഇതുപോലെ നമുക്ക് കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിന് കിട്ടും. ഒരു 3 മിനിറ്റ് നേരത്തോളം അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. പഞ്ചസാര ചേർത്ത് പിന്നെ വല്ലാതെ അങ്ങ് ഡ്രൈ ആവാനായിട്ട് നിൽക്കരുത് കേട്ടോ. ഈ ഒരു പരുവത്തിന് നമുക്ക് കൈകൊണ്ട് ഉണ്ട ഉരുട്ടാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിന് വേണം എടുക്കാൻ. ഈ ഒരു അളവിന് ഉണ്ടാക്കിയാൽ നമുക്ക് ഏതാണ്ട് 8 ബോളി ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു വലുപ്പത്തിലുള്ള 8 ഉരുളകളാക്കി ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് കണ്ടോ, എന്ത് സോഫ്റ്റായിട്ടായിരിക്കുന്നതെന്ന് കണ്ടോ. ഇതുപോലെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ നല്ലെണ്ണ ഒഴിച്ച് വെക്കുന്നത്. ഇനി നമുക്കിതുപോലെ ഈ കൂടുതലുള്ള എണ്ണ നമുക്കങ്ങ് ഊറ്റി മാറ്റാം.
ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത ശേഷം കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കണം. ഈ മാവിൻ്റെ ഒരു അളവെന്ന് പറഞ്ഞാൽ നമ്മൾ കടലപ്പരിപ്പിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കി ബോളാക്കി വെച്ചില്ലേ, അതിൻ്റെ ഏതാണ്ട് പകുതിയോളം മതി കേട്ടോ. കുറച്ച് എണ്ണ ഒന്ന് കയ്യിലാക്കി കൊടുത്ത ശേഷം ഇതുപോലെ അങ്ങ് പരത്തിയെടുത്താൽ നമുക്ക് നന്നായിട്ട് തന്നെ പരന്ന് കിട്ടും. കണ്ടോ, ഇതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഒട്ടും പൊട്ടിപ്പോവാതെ തന്നെ നല്ല നൈസായിട്ട് നമുക്കിതുപോലെ ആക്കിയെടുക്കാം. ഇനി ഇതിനകത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി എല്ലാ സൈഡിൽ നിന്നും ഇതുപോലെ ആ മാവ് കവറായിട്ട് വരുന്ന പോലെ അങ്ങ് ഉരുട്ടിയെടുക്കാം. കൂടുതൽ മാവുണ്ടെന്ന് തോന്നിയാൽ അതങ്ങ് എടുത്ത് മാറ്റിക്കോളൂ കേട്ടോ. കയ്യിൽ വെച്ച് വീണ്ടും നന്നായിട്ട് ഉരുട്ടിയ ശേഷം കുറച്ച് എണ്ണ കൂടെ കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. വീണ്ടും കയ്യിൽ നമ്മൾ ഇതുപോലെ അങ്ങ് പരത്തിയെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ആ ഫില്ലിംഗ് ഉണ്ടല്ലോ, അതെല്ലായിടത്തും ഒരുപോലെ അങ്ങ് ആയി കിട്ടും. അപ്പോൾ കയ്യിൽ വെച്ച് എത്രമാത്രം നമുക്കിതുപോലെ അങ്ങ് പരത്തിയെടുക്കാവോ അങ്ങനെ അങ്ങ് പരത്തിയെടുക്കാം. ഇനി ഇതിന് ശേഷം നമ്മളിത് ചപ്പാത്തി പരത്തുന്ന പോലെ അങ്ങ് പരത്തിയെടുക്കണം കേട്ടോ. അരിപ്പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനി പരത്തിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അരിപ്പൊടി വേണം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാൻ. നമ്മുടെ അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയില്ലേ, ആ പൊടിയാണ് ഇട്ട് നമുക്കിത് പരത്തിയെടുക്കേണ്ടത്. എത്രമാത്രം നൈസായിട്ട് നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രമാത്രം നൈസായിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. കണ്ടോ, ഇതുപോലെ കനം കുറച്ച് വേണം പരത്തിയെടുക്കാൻ. കണ്ടോ, ഇതിന് ചുട്ടെടുക്കാനായിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്ത ശേഷം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന നമ്മുടെ ബോളി ഇടാം. ബോളിയുടെ ഒരു സൈഡ് പകുതി കുക്കായ ശേഷം വേണം നമ്മളിത് തിരിച്ചിടാൻ. തിരിച്ചിട്ട ശേഷം മുകളിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അടിവശം നന്നായിട്ട് ആയ ശേഷം നമുക്ക് ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കണേ. പതുക്കെ ഒന്ന് ഇതുപോലെ മുകളിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല ലെയറായിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഒരുപാട് നേരം ഇട്ടങ്ങ് കുക്ക് ചെയ്തെടുക്കണ്ട, അത് ഹാർഡായി പോവും. ഇപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പാൽപ്പായസം ചേർത്ത് കഴിക്കണം, ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ് കേട്ടോ. നല്ലൊരു പാൽപ്പായസത്തിൻ്റെ റെസിപ്പി ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് ബോളി ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. പണ്ട് കാലങ്ങളിൽ തിരുവോണ നാളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിരുന്ന ഭക്ഷണങ്ങളിൽ ഒന്നാണ് ഈ പഴനുറുക്ക്. നല്ല നാടൻ ഏത്തപ്പഴം ശർക്കരയും നെയ്യും ചേർത്ത് വരട്ടിയെടുക്കുന്ന ഒരു സ്വാദിഷ്ടമായ വിഭവമാണ് കേട്ടോ ഈ പഴനുറുക്ക്. അത് പപ്പടം ചേർത്ത് കഴിക്കണം. ആ പപ്പടത്തിന്റെ ഒരു ക്രിസ്പിനെസ്സും ഉപ്പും ശർക്കരയുടെ മധുരവും നെയ്യും ഒക്കെ ചേർത്ത് ഒരിക്കലെങ്കിലും കഴിച്ചിരിക്കേണ്ട ഒരു മധുരമാണ് കേട്ടോ ഈ പഴനുറുക്ക്. പഴനുറുക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ 3 കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുകയാണ്. ഇതിന് വെള്ളത്തിൽ ഒരു പകുതി വേവാകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പഴം പകുതി വേവായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ശർക്കര പാനി ചേർക്കാം. ഒരു 100 ഗ്രാം ശർക്കര ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ പാനിയാക്കി എടുത്തതാണ് കേട്ടോ. ഇനി നമ്മുടെ പഴം ഈ പാനിയിൽ കിടന്ന് നന്നായിട്ട് വരണ്ട് വരണം. അടിയിൽ നിന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പഴം ഉടഞ്ഞു പോവും. ഇടയ്ക്കൊരു 2 സ്പൂൺ നെയ്യ് കൂടെ ചേർത്തോളൂ കേട്ടോ. പഴം ഒന്ന് വരണ്ട് വന്നാൽ നമുക്കിതിലേക്ക് ഒരു കൈപ്പിടി തേങ്ങ കൂടെ ചേർക്കാം. ഒരര സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തോളൂ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വരട്ടിയെടുത്താൽ നമ്മുടെ പഴം നുറുക്ക് റെഡിയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത് പപ്പടം കൂട്ടി തന്നെ കഴിക്കണേ. ഒന്ന് രുചിച്ചറിയേണ്ട രുചി തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.